ഹലോ. അപ്പോ വയ്യായിയൊക്കെ മാറിയിട്ട് ഞങ്ങള് വന്നിക്കാണ്. ശിവ ചേച്ചി ഫുഡ് കഴിക്കണ്ട്. ഞാൻ ഇന്ന് വന്നപ്പോ ഞാനും ചേച്ചി ഒരേമാതിരി കുപ്പായിട്ടിട്ട് പറയാതെ ഇട്ടിക്ക. അൺഎക്സ്പെക്റ്റഡ് ആണ്. ഇവാനും ചേച്ചിയും അതാ ഫുഡ് കഴിക്കണു. ഞാൻ ചോറ് വെച്ചു. അപ്പൊ എന്തൊക്കെയുണ്ട്? നമുക്ക് വയ്യായിരുന്നു, 2 ദിവസമായിട്ട് പനിയായിരുന്നു. അതിന്റെ ക്ലിപ്പ് ഞാൻ അതിൽ ആഡ് ചെയ്യാ. കണ്ണേട്ടനും ചേച്ചി അതൊരു ക്ലിപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ ഉള്ളത് പുഞ്ചക്കോടുള്ള സെൻട്രൽ സെന്റർ അല്ലേ, അതിലാണ്. സജിലൊക്കെ തീരെ വയ്യാതെയിട്ടേ ഇവിടെ അഡ്മിറ്റ് ആണ് എന്നാ പറയണേ. അപ്പൊ പോയി നോക്കട്ടെ. ചേച്ചിയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പൊ എന്താ സംഭവം പോയാണ്. ചേച്ചി ഇതാ നേഴ്സുമാരും ഇതാണ്. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. ഹലോ ഗൈസ്, രോഗിനെ കാണാൻ വന്നത് ചേച്ചിയാണ്. ചേച്ചി ഇതിലേക്ക് നോക്കിട്ട് മഞ്ഞവെള്ളാണ് ഗൈസ്. ചേച്ചിക്ക് ഞങ്ങളെ മിസ് ചെയ്തിരുന്നോ? പറയും. അപ്പത്തിന് ഒരു കോള് വന്നു. മിസ് ചെയ്തിരുന്നോന്നോ? അങ്ങനെ മിസ് ചെയ്യുന്നു. നേരം വിളിച്ചാകുമ്പോ തൊട്ടിട്ട് ഉച്ച വരെ വെള്ളം കൂടെ ഉണ്ടായിരുന്നു. പറഞ്ഞു കിടക്കല്ലേ. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരത്തെ അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരത്തേക്ക് ആകുമ്പോഴേക്കും എന്തായിന്ന് അറിയാതെ ഒരു സമാധാനക്കെടായിരുന്നു. കണ്ണിന്റെ മുന്നിൽ ഉണ്ടിച്ച ഒരു സമാധാനം. എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയെന്ന് അറിയാം. എത്ര വയ്യെങ്കിലും വെള്ളം എന്റെ കണ്ണിന്റെ മുന്നിൽ ഇങ്ങനെ വേണം. അപ്പൊക്കെ ഓക്കെയാണ്. ചേച്ചി ഒരു 6 മണിക്ക് വന്നിട്ട്, അല്ല 5:30 5:45 വന്നിട്ട് 6:30 ആയിട്ട് ചേച്ചി ആ സമയം എത്ര ആയില്ലേ അപ്പോഴും അവിടെ ഉണ്ട്. പോവാ തോന്നുന്നേ കുട്ടീനെ ഇട്ടിട്ടേ. ഇവക്ക് വയ്യ, കുട്ടിക്കും വയ്യ. അപ്പൊ നമുക്ക് കാണുമ്പോ ഒരു ഇടങ്ങേറല്ലേ. അതുകൊണ്ട് പിന്നെയും പോയിട്ട് അതന്നെ പറഞ്ഞോണ്ടിരിക്കും ഞാൻ. അപ്പൊ എന്റെ വ്യക്തി എന്നോട് പറഞ്ഞു പിന്നെ അവിടെ തന്നെ എന്നാ മതിയായിരുന്നു. ലാസ്റ്റ് കൊണ്ട് അങ്ങനെ തോന്നുന്നു. ഞങ്ങൾ സ്വത്തുവിന് തീരെ വയ്യ. ഇങ്ങനെ ഡോക്ടറെ ഒന്ന് കാണിക്കണം. എന്റെ കുട്ടർ കണ്ടു, മോറൊക്കെ കണ്ടോ? പോയിട്ട് കുപ്പായം മാറ്റാത്. ഗൈസ്, 2-3 ദിവസത്തെ എന്റെ പ്രയത്നം മൂലം എല്ലാമേ ശരിയായി. ചേച്ചി വന്നത് ഒരുത്തിക്ക് ഇത് ആലോചിച്ചിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയി. ട്രിപ്പ് ഇട്ടു. നിങ്ങൾ വല്ലതും അറിഞ്ഞോ? കേസ് മാട്ടിനെ പേടിച്ചിട്ട്. പിന്നെന്താ, കണ്ട കാലം വരെ ഇങ്ങനെ ഒരു എറർ വന്നിട്ടില്ല. ഇത് ഇന്നിട്ടിട്ട് എററാക്കിയിട്ട് ഞാനുണ്ട് കൊയഞ്ഞു പോണു. അപ്പൊ ഗൈസ്, ഞങ്ങളെ ചെറുക്കനൊന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകണം. ഓനക്ക് വയ്യ. അപ്പൊ ഓനക്കാണേലും വീട്ടിലിരിക്കാന്നുണ്ടെങ്കിൽ കരഞ്ഞും കൊണ്ട് തന്നെ ഇവിടെ വന്ന് ഇത്രയിലും ഉഷാറുണ്ട്. ഹലോ പറഞ്ഞ. അപ്പൊ ചേച്ചി പെർമിറ്റിന്റെ കോപ്പി എടുക്കണ്ട്. ഞങ്ങക്ക് എന്തോ ഒരു സന്തോഷം. 2 ഒറ്റയടിക്ക് എടുക്കാൻ പറ്റിയില്ല. ഭയങ്കര ആഹ്ലാദം. പണ്ട് ഞങ്ങള് മറ്റേ സ്ക്രൂട്ടനിങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ നീച്ചിക്കും. മറ്റേ ലേബർ റൂമിന്റെ മുന്നിൽ കുട്ടികൾ അല്ല എന്ത് കുട്ടിയാന്നറിയാൻ വേണ്ടിട്ട് ഒരു കാത്തുക്കളില്ല എന്ന പോലെയാണ്. കാരണം ഇവിടെ അവസ്ഥ അതായിരുന്നു. ഇപ്പൊ വീണ്ടും അതിലേക്ക് വന്നപ്പോഴേ ഈ കൊമേഴ്ഷ്യലൊക്കെ ആവുമ്പോ കുറേ റൂൾസ്. ശരിക്കും ക്യാഷ് മാട്ടയുടെ എന്താണെന്നറിയോ? കുഞ്ഞ് ഷെഡൊക്കെ ആവുമ്പോ അതിന് ഒരു റൂൾ ഒരു റിജക്ഷൻ ഒക്കെ തരണം. അതേപോലെ ലെയേഴ്സ് അതിനനുസരിച്ചിട്ടുള്ളത്. ഇത് പിന്നെ ടോയ്ലറ്റിന്റെ തന്നെ എത്ര യൂറിനറി അങ്ങനെ പറഞ്ഞിട്ട് 1 2 3 4 5 7 സെക്ഷൻസ്. കുഞ്ഞ് ഷെഡിൽ അത് 700 സംതിങ് സ്ക്വയർ ഫീറ്റ് ഉള്ളൂ വരുന്നുണ്ട്. അതിപ്പോ പിന്നെ ടോയ്ലറ്റിന് വേണ്ടിട്ടാ യൂസ് ചെയ്യാ, ബാത്റൂം വർക്കിനെ യൂസ് ചെയ്യാൻ. അതിന്റെ ഡിസബിലിറ്റിന്റെ ഒന്നും ആവശ്യം അല്ല. ഈ മറ്റേ കൊമേഴ്ഷ്യൽ പർപ്പസിന് ഒന്നാമത് അവര് വല്ല പഴയ നാട്ടിൽ അല്ലെങ്കിൽ വെൽഡിങ്ങിന്റെ വല്ലതൊക്കെ ചെയ്യാനായിരിക്കും. അതിനകത്ത് ഈ ഡിസേബിലിറ്റി ടോയ്ലറ്റ്, യൂറിനറി വേറെ, കോമൺ ടോയ്ലറ്റ് വേറെ, ആകെ 10 റൂമായിരിക്കും ഇവര് ചെയ്യണ്ടാവുക. അതിലാണ് ഈ പ്രശ്നങ്ങളൊക്കെ. അങ്ങനെ പാടില്ല. പോയിട്ട് കറക്കി. ഒന്നാമത് സൈറ്റിന്റെ എററും ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ രാത്രി വയ്യ പനിച്ചാണ് ഞാൻ. പിന്നെ അപ്പോഴെന്താ ആലോചിച്ചതെന്ന് അറിയോ? ഇതിപ്പോ ആ എറർ പോകാൻ ഞാൻ ഇപ്പൊ എന്താ ചെയ്യാന്ന് ആലോചിച്ചതേ. ഒരു ഐഡിയയും കിട്ടണില്ലേ. കണ്ട കാലം വരെ ഇങ്ങനെ ഒരു എറർ വന്നിട്ടില്ല.
കുടിച്ച് ചോദിച്ചവർക്കൊന്നും ആ സംഭവത്തിനെ കുറിച്ചിട്ട് അറിയില്ല. പഞ്ചായത്ത് നമ്മുടെ ഫീൽഡിൽ എന്താണെന്നറിയോ, ഓരോ നിമിഷം നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക, അപ്ഡേറ്റഡ് ആയിരിക്കണം എന്ന് പറയുന്നത് സത്യം കേട്ടോ. ഇത്രയ്ക്കും നമ്മളില്ലേ എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും അറിഞ്ഞിട്ടൊന്നും പോകില്ല. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ ചെയ്ത് വരുമ്പോഴാണ് നമ്മളും ഇത് പഠിച്ചു പോവുക. ഇനിയിപ്പോ നെക്സ്റ്റ് ഇങ്ങനത്തെ ഒരു സംഭവം വന്നാൽ നമുക്ക് മനസ്സിലാവും. ഇത് വേറുള്ളവരൊന്നും ഞങ്ങൾ പൊതുവെ ഇപ്പൊ രാവിലെ തന്നെ അറിയാം. ഇതിലേക്കപ്പോ ഇവിടുന്ന് അലനല്ലൂരിന്ന് ആ മറ്റമ്പള് വിളിക്കും, ആശ വിളിക്കും. ഈ പറയുന്ന ഒരുവിധം നമ്മുടെ ഇവിടുന്ന് പഠിച്ചു പോയ കുട്ടികൾ, അല്ലാത്ത കുട്ടികളൊക്കെ അതെന്താ ചെയ്യുക, അതെന്താ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ ചോദിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചു മനസ്സിലാക്കും. ഓർസിയർമാരനെ വിളിക്കും, എയ്മാരനെ വിളിക്കും. ഇതൊക്കെ ചോദിച്ചിട്ട് ഞങ്ങൾ ഡ്രോയിങ് ചെയ്യാം. കാരണം എന്താ വെച്ചാൽ എല്ലാരും പഠിച്ചിട്ടല്ലല്ലോ, ഞങ്ങളും പിക്ചർ വയ്ക്കണവരല്ലേ. എന്തായാലും ഇപ്പോഴത്തെ കാര്യത്തിൽ ഞങ്ങൾ ഓക്കെ, സമാധാനം, സന്തോഷം. എന്താ സെറ്റിൽ പറയാൻ അത്രേ ഉള്ളൂ. അപ്പൊ പഞ്ചായത്തിൽ ഓണപരിപാടി തോന്നുന്നു അല്ലേ? അതിനുള്ള പ്ലാനിങ്ങില് പിന്നെ തകൃതിയായി നടക്കുന്നുണ്ട് പ്ലാനിങ്. നോക്കട്ടെ. ഞങ്ങള് ആശുപത്രിക്ക് പോവാണ്. കുപ്പായത്തിലൊക്കെ ഛർദിച്ചിക്ക. അപ്പൊ ഡ്രസ്സ് മാറാൻ വേണ്ടിട്ട് ഇങ്ങനെ നിക്ക അല്ലേ? ഹലോ പറഞ്ഞ ഞങ്ങള് പിന്നെ ക്യാമറ കണ്ടപ്പോ മടിയാവാനും തുടത്തിക്കണു. കണ്ടേ 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 എങ്ങനെ കണ്ടേന്നല്ലേ? കണ്ടേ കണ്ടേ കണ്ടേ. ഹായ് പറഞ്ഞ ഹായ് പറഞ്ഞ. ഹായ് പറ. കണ്ടേ സത്തുനെ കണ്ടേ കണ്ടേ ഞങ്ങള് പോട്ടെ. അപ്പൊ ഞങ്ങള് ഡോക്ടറെ കാണിച്ചു. കുഴപ്പമൊന്നുമില്ല, ചെറിയൊരു ഫീവർ. ഇങ്ങനെ ഞങ്ങളിതാ ഇറങ്ങി. ഇനി ഞങ്ങള് മണ്ണാർക്കാട് ഒന്ന് പോയി നോക്കണം. ഒരു മറ്റാള് ഉള്ളിലൊരു ആഗ്രഹമുണ്ട്, നോക്കട്ടെ നടക്കുമോ നോക്കട്ടെ. എന്താ മണ്ണാർക്കാട്ടത്തെ അവസ്ഥ എന്നറിയില്ല. ലോൺ അടുപ്പിച്ചിട്ട് നല്ല തിരക്കും ബ്ലോക്കും ഒക്കെ ഉണ്ട്. ഇനി നമ്മള് പോണോടത്തും കൂടി തിരക്കില്ലായിരുന്നാൽ നമ്മള് 3-4 കുപ്പായ എടുക്കാൻ. എന്താ കണ്ണേട്ട ഇങ്ങനെ? എന്താണ് മുഖമൊക്കെ വല്ല തേനി. വർത്താനം പറഞ്ഞ് വീഡിയോ ഓഫാക്കി. എന്ത് ചെയ്യുമല്ലയാ? കണ്ണേട്ടം ഞങ്ങളെ എന്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്നറിയുമോ? അതെ, പഴയൊരു. ഞങ്ങളിവിടെ ഇറങ്ങണോ? ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കട്ടെ. അപ്പത്തിന് നിങ്ങൾ വരുമ്പത്തിന് കേറാൻ ഗൈസ്. വെള്ളം വാങ്ങി തരേ നിക്കേ. ചേച്ചി ഉണ്ടായിരുന്നില്ല അപ്പുറത്തെ സ്റ്റുഡിയോയില് അത്തൊക്കെ ഇട്ടക്കണു ഗൈസ്. മോന്തിയായി ഗൈസ്. ഞങ്ങള് ഡ്രസ്സൊക്കെ ഇട്ടു. ഇനി 2-3 കൂടി എല്ലാരും കൂടി സെറ്റായി. ഇവിടെ ഒരാൾ ഇവിടെ തന്നെ ഇട്ടിക്കണേ. നമ്മള് വീട്ടിലെത്തി ഗൈസ്. യുവാനും ഉറങ്ങാണ്. അപ്പോ ചേച്ചിയും കണ്ണേട്ടനും എല്ലാരും പോയി. നമ്മള് വീട്ടിലെത്തി. ഇതാ ഫുഡും കാര്യങ്ങളും കഴിക്കാനുള്ള തയ്യാറെടുപ്പില്ല. അപ്പൊ എല്ലാവർക്കും ടാറ്റ. പോട്ടെ, അടുത്ത വീഡിയോ കാണാം. പിന്നെ ഞങ്ങൾക്ക് വീഡിയോ എടുക്കാൻ പറ്റി. ഞങ്ങൾ അങ്ങനെ 2-3-4 ഷോപ്പ് കയറി. അപ്പോൾ സമയം ഏകദേശം 8 മണി കഴിഞ്ഞിരുന്നു. നേരം ചെറുതായിട്ട് വഴുകി. അപ്പോൾ ശരി.